UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കടമയായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഒരു യുവാവിനെ, ഇവിടെ മാത്രമല്ല മറ്റു പല സ്ഥലത്തുണ്ട്, ഒരു യുവാവിനെ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ കരിങ്കൊടി കാട്ടി റോഡരികിൽ നിന്ന ഒരാളെ പോലീസ് പിടിച്ചുമാറ്റി. അയാളെ പോലീസ് അവർ രണ്ടുപേരിട്ടേ ഉള്ളൂ, പോലീസുകാർ ഒതുക്കി നിർത്തി. ആ നേരത്ത് മുഖ്യമന്ത്രിയുടെ വണ്ടി കടന്നുപോയി. എന്താണ് നമ്മുടെ വലിയ ബസ് ഉണ്ടല്ലോ, ബംഗ്ലാവിൽ വെക്കേണ്ട ബസ്, അത് കടന്നുപോയി. അപ്പോൾ തൊട്ടു പിന്നാലെ വന്ന കാറിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ 2 ഗൺമാൻമാർ അവരിറങ്ങി വരുന്നു. നീളമുള്ള വടി വെച്ച് ഈ പാവം യൂത്ത് കോൺഗ്രസ് KSUക്കാരെ അടിക്കുന്നു. ഒരു മയവും ഇല്ലാതെ അടിക്കുന്നു. ഇതൊന്നും ഒരു രഹസ്യമല്ല. മറ്റേ ചാനലിന്റെ ക്യാമറകളും മറ്റ് ക്യാമറകളും ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഒരു കാര്യവുമില്ല, കാറിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുള്ളൂ. ആ കാറിലിരുന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്. മുഖ്യമന്ത്രി പോയി, മുഖ്യമന്ത്രിയുടെ പോയിട്ട് പിന്നെ ഗൺമാൻ എന്തിനാ താഴെ ഇറങ്ങിയെന്നുള്ള ചോദ്യം മുതൽ തുടങ്ങണം. ഇവരെന്തിനാ അവിടെ വന്നു? ഇവരെന്തിന് ഇവരെ അടിച്ചു? അപ്പോൾ കൃത്യമായി ഇവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, പോലീസുകാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ വിരോധം വെച്ച് തന്റെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ, പിണറായിക്കെതിരെ കടിങ്കൊഴി കാണിച്ചാൽ ഞാൻ അടിക്കും, ഞങ്ങൾ അടിക്കും എന്ന് കാണിക്കാൻ, അത് DYFIക്കാര് എടക്കാടും കണ്ണൂരും വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയതുപോലെ ചെടിച്ചട്ടി കൊണ്ടാണല്ലോ രക്ഷാപ്രവർത്തനം നടത്തിയത്. തലക്കടിച്ച് ടോർച്ച് കൊണ്ടടിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയതുപോലെ ഞങ്ങളും രക്ഷാപ്രവർത്തനം നടത്തും എന്ന് പറഞ്ഞ് ഗൺമാൻമാരടിക്കുകയാണ്. ഈ ദൃശ്യം മുഴുവനുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്, പരാതി അന്വേഷിച്ചു, കേസൊന്നുമില്ല. ഗൺമാൻ ഇതുവരെ ആ ഗൺമാൻമാർ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ പോലും ഹാജരായിട്ടില്ല. കോടതി വിളിപ്പിച്ചാൽ ഹാജരായിട്ടില്ല. കാരണം എന്താ? മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്. എന്നെ തൊടും? മുഖ്യമന്ത്രിയുടെ ഗൺമാനെ എങ്ങനെ തൊടും? മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഗൺമാനാണ്. സർവോപരി പിണറായി വിജയന്റെ ഗൺമാനാണ്. CPM സംരക്ഷിക്കുന്ന ആളാണ് ഞാൻ എന്ന അഹങ്കാരമായിരുന്നു. അതുകൊണ്ട് തന്നെ UDF ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ അത് അന്വേഷിക്കണമെന്ന് വന്നു. മാത്രവുമല്ല, അന്ന് അടികിട്ടിയ ഒരാൾ, അയാൾ ഇന്ന് ആലപ്പുഴയുടെ MLA ആണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അയാൾ MLA ആവും. ജനങ്ങൾ അത്രത്തോളം അയാളുടെ കൂടെ നിന്നു. ജനങ്ങൾ അവിടെയുള്ള സിറ്റിംഗ് MLAയെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം MLA ആയി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി കൈ കൊടുത്തു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ കുടിലമായ അല്ലെങ്കിൽ ക്രൂരമായ നിയമലംഘനം അന്വേഷിക്കാതിരിക്കാൻ UDFന് പറ്റില്ലല്ലോ. അങ്ങനെയാണ് അധികാരമേറ്റ ഉടനെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു SIT രൂപീകരിച്ചത്. SIT തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഷൗക്കത്ത് അലി എന്ന് പറയുന്ന DYSP ആണ് അതിന്റെ ഹെഡ്. ആരായി ഷൗക്കത്ത് അലി? കുറെ കാലമായി അദ്ദേഹം കേരളത്തിലില്ല, 10 വർഷമായില്ല. ഉണ്ടാവാതിരിക്കാൻ എന്താ കാരണം? അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോയി. ഡെപ്യൂട്ടേഷനിൽ പോകാൻ എന്താ കാരണം? അദ്ദേഹമാണ് കൊടി സുനി അടക്കമുള്ള ആളുകളെ പാർട്ടി ഗ്രാമങ്ങളിലെ ഒളിത്താവളങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന് TP ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളാക്കി നിർത്തി ശിക്ഷിക്കാൻ കാരണമായത്. അയാളെ പിന്നെ ഇവർക്ക് സഹിക്കാൻ പറ്റുമോ? 51 വെട്ടുവെട്ടി കൊല്ലുന്നൊന്നും പാർട്ടിയുടെ ലിസ്റ്റിൽ കുറ്റമല്ല. അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ ധീരമായ പാർട്ടി പ്രവർത്തനമായിട്ടോ ആണ്. അതും കൊടിസുനിക്കൊന്നും ഒരു ബന്ധമില്ലാത്ത TP ചന്ദ്രശേഖരനെ കൊന്നെന്നും കൂടി ആലോചിക്കണം. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ ഗവൺമെൻ എന്ത് ബന്ധമുണ്ട് ഈ പാവം KSUക്കാരുമായിട്ട്? ഇല്ലല്ലോ. പക്ഷേ അടിച്ചു. അത് നിയമലംഘനമാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തി. ഇപ്പൊ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന കുറെ വിവരങ്ങൾ. ഒന്ന്, ഇതാദ്യം അന്വേഷിച്ചത് അവിടുത്തെ SIയും പോലീസുകാരാണ്. അവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കി, ദൃശ്യങ്ങൾ കണ്ടു, കാര്യങ്ങൾ കണ്ടു, ആർക്കും വ്യക്തം, 100% ആളെ തിരിച്ചറിയാം, ചെയ്ത കാര്യങ്ങൾ തിരിച്ചറിയാം, നിയമലംഘനങ്ങൾ തിരിച്ചറിയാം. സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയം കളിച്ച് ഈ കുട്ടികളെ തല്ലിപ്പൊളിക്കുന്നത്, തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത് അറിയാം. ആ ഘട്ടത്തിൽ അത് അപ്പം തന്നെ കേസ് ചാർജ് ചെയ്യേണ്ടതാണ്. പക്ഷെ കേസൊന്നും ചാർജ് ചെയ്തില്ല. ഇപ്പൊ മനസ്സിലാക്കുന്നത്, ആ എഴുതി കൊടുത്ത കേസ് ഡയറി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് അത് മാറ്റി ഈ പ്രതികളെ രക്ഷിക്കുന്ന തരത്തിലുള്ള കേസ് ഡയറി ഉണ്ടാക്കാൻ ഉന്നത ഇടപെടൽ നടത്തിയിരിക്കുന്നുവെന്നാണ് ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള SIT കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അടിച്ചവർ മാത്രമല്ല കുറ്റക്കാർ,
ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, അവരെ നിയന്ത്രിച്ച രാഷ്ട്രീയ നേതാക്കൾ, തിരുവനന്തപുരത്ത് വരെ വിളിപ്പിച്ച് കേസ് ഡയറി മാറ്റിച്ച ആളുകൾ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേസ് ഡയറിയുടെ പഴയ കേസ് ഡയറിയും SIT കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യം എഴുതിയ കേസ് ഡയറി, സത്യസന്ധമായ കേസ് ഡയറി, അത് മാറ്റി മേടിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയ്ക്കും ഹീനമായ ഒരു പണി ചെയ്ത് ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണല്ലോ. മുഖ്യമന്ത്രിയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ എന്താ പ്രശ്നം, അവരൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല, ഞാനതൊന്നും കണ്ടില്ല. കുറച്ച് ആളുകൾ വന്നു, വണ്ടിയുടെ മുമ്പിലേക്കൊന്നും അവരെത്തിയില്ല, മുമ്പിലേക്ക് ചാടാൻ നോക്കി, അവരെ രക്ഷിച്ച് പോലീസുകാർ മാറ്റി നിർത്തി. ഇത്രേ ഞാൻ കണ്ടുള്ളൂ. അദ്ദേഹം കണ്ണൂർ രക്ഷാപ്രവർത്തനം അദ്ദേഹം കണ്ടില്ലല്ലോ. രക്ഷാപ്രവർത്തനമാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്, അതേലെ വാക്കിട്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കാരണഭൂതൻ, രക്ഷാപ്രവർത്തനം തുടങ്ങിയ വാക്കുകളാണ് കേരളത്തിൽ ആകെ അലയടിച്ചത്. കടക്കപ്പുറത്ത്, ഡാഷ്മോനെ, കേരളത്തിൽ ആകെ വന്ന വാക്കുകളിലൊന്ന് ഈ രക്ഷാപ്രവർത്തനം ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ അടിയന്തരമായി സർവീസിൽ നിന്ന് പോകണം. ഇത് സാധാരണക്കാരനോടും ചെയ്യില്ലേ ഈ അഹങ്കാരം? സാധാരണ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഇടി കിട്ടുന്നതിന്റെ കാര്യം ഇതാണ്. അവർക്ക് രാഷ്ട്രീയമായ പിൻബലമുണ്ട്, എന്തും ചെയ്യും. അതുകൊണ്ട് ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് നടപടി വേണം, ഇവർക്കെതിരെ ക്രിമിനൽ നടപടി വേണം, ഇവർ ശിക്ഷിക്കപ്പെടണം. ഇനി ഒരു ഉദ്യോഗസ്ഥനും, ഇപ്പൊ കോൺഗ്രസിന്റെ UDFന്റെ ഭരണകാലത്തും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇമ്മാതിരി തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാക്കേണ്ടത്. ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനമാണ്, രാജ്യമാണ്. ഇവിടെ IPC, CRPC പേരുമാരെങ്കിലും അതൊക്കെ ഇവിടെ ഉണ്ട്. ഭരണഘടനയുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കരിങ്കൊടി കാട്ടിയാൽ അതെന്തോ കൊലപാതക ശ്രമമാണ് എന്നൊക്കെ പറയുന്ന ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അവർ തോറ്റുപോയി. അദ്ദേഹത്തിന് കഴുത്തുളുക്കി, കരിങ്കൊടി കണ്ട് കഴുത്തുളുക്കിയ, കൊണ്ടല്ല കണ്ട് കഴുത്തുളുക്കിയ ആളുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി കഴുത്തുളുക്കിയോന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് ഗൺമാൻ പോലെയുള്ള വളരെ ഉത്തരവാദപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾ ഇമാതിരി ചെയ്തുവെങ്കിൽ അത് രാഷ്ട്രീയമാണ്. ആ കളിയിൽ നിന്ന് ഇനി ഒരാളും അത് ഏർപ്പെടാൻ പാടില്ല. തെളിയിക്കുന്ന തരത്തിലുള്ള ശിക്ഷ അവർക്ക് കിട്ടണം.